വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. സൽമ ലാഗർലൂഫ് എന്ന നൊബേൽ ലോറേറ്റിൻ്റെ ഒരു മൂവിങ് സ്പീച്ചാണിത്. ആദ്യം നമുക്ക് സൽമ ലാഗർലൂഫിനെ കുറിച്ച് നോക്കാം. സൽമ ലാഗർലൂഫ്, the renowned Swedish author, was born on 20th November 1858. She received a private education which was unusual for girls of her time. Later, she studied at Royal Advanced Female Teacher Seminary in Stockholm from 1882 to 1885. She taught at a Swedish high school for girls in Sweden. She was the first woman to win the Nobel Prize in Literature, which was awarded to her in 1909. She was also the first woman to be granted a membership in the Swedish Academy. Two of her notable works are The Story of Gösta Berling and The Invisible Links. She passed away on 16th March 1940. സൽമ ലാഗർലൂഫ് ഒരു സ്വീഡിഷ് ഓഥറാണ്. 20th November 1858 ജനനം. പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അവർക്ക് ലഭ്യമായി. അതിനുശേഷം ദ റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാരിയിൽ 1882 to 1885 പഠിച്ചു. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ ലഭ്യമായ ഫസ്റ്റ് വുമൺ സൽമ ലാഗർലൂഫാണ്. നൊബേൽ പ്രൈസ് ലഭ്യമാകുന്നത് 1909 സ്വീഡിഷ് അക്കാഡമിയിൽ മെമ്പർഷിപ്പ് ലഭ്യമായ ആദ്യത്തെ വുമണും സൽമ ലാഗർലൂഫ് തന്നെയാണ്. 2 പ്രധാനപ്പെട്ട വർക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ്, ദ ഇൻവിസിബിൾ ലിങ്ക്സ്. മരണം 16th March 1940. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സൽമ ലാഗർലൂഫ്. സൽമ ലാഗർലൂഫ് ഒരു നൊബേൽ പ്രൈസ് വിന്നറാണ്. സൽമ ലാഗർലൂഫിൻ്റെ ഒരു നൊബേൽ ബാങ്ക്വറ്റ് സ്പീച്ചാണിത്. നൊബേൽ ബാങ്ക്വറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റസ് ഒക്കേഷനാണ്. അവിടെ ലൊറേറ്റ്സിന് അവരുടെ അച്ചീവ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ അവസരത്തിൽ അവർക്ക് നൊബേൽ പ്രൈസ് വിൻ ചെയ്യാൻ സഹായകമായ വ്യക്തികളോട്, സാഹചര്യങ്ങളോടൊക്കെ താങ്ക്സ് പറയാനും കൂടിയുള്ള ഒരു അവസരമാണ്. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഈ സ്പീച്ചിലൂടെ സൽമ ലാഗർലൂഫ് തൻ്റെ ഫീലിംഗ് ഓഫ് താങ്ക്സ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. തനിക്ക് ധാരാളം വ്യക്തികളോട് കടപ്പാടുണ്ടെന്ന് ഈ സ്പീച്ചിലൂടെ താൻ പറയുന്നു. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. A few days ago, I was sitting in the train bound for Stockholm. It was early evening. സമയം ഏർലി ഈവനിങ് ആണ്. സൽമ ലാഗർലൂഫ് ട്രെയിനിൽ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. There was little light in my compartment and none at all outside. കമ്പാർട്ട്മെന്റിൽ തീരെ വെളിച്ചം ഇല്ല. My fellow passengers were dozing. കൂടെയുള്ള യാത്രക്കാരെല്ലാവരും തന്നെ ഉറങ്ങുകയാണ്. I was very quiet, listening to the rattling of the train. Rattling means knocking sound. സൽമ ലാഗർലൂഫ് ശാന്തയായി ട്രെയിനിന്റെ റാറ്റ്ലിംഗ് ശ്രവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. Second paragraph. And then I began to think of all the other times I had come up to Stockholm. It had usually been to do something difficult, such as to pass examination. ഇവിടെ സൽമ ലാഗർലൂഫ് നേരത്തെ താൻ സ്റ്റോക്ക്ഹോമിലേക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നേരത്തെ താൻ വന്നിട്ടുള്ളത് എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ and now I was coming to receive the prize in literature. ഇപ്പോൾ താൻ സ്റ്റോക്ക്ഹോമിൽ എത്തുന്നത് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. I thought it would be a difficult. സൽമ ലാഗർലൂഫ് പറയുന്നു, ഇതും എക്സാമിനേഷൻ പോലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ തന്നെയാണ്. തേർഡ് പാരഗ്രാഫ്. Deep within me, however, was a wondrous joy at receiving this prize. സൽമ ലാഗർലൂഫ് വളരെ സന്തോഷവതിയാണ് ഈ പ്രൈസ് റിസീവ് ചെയ്യുന്നതിൽ. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune.
സെൽമ ലാഗർലോഫ് തൻ്റെ ആൻസൈറ്റീസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ധാരാളം ആശങ്കകൾ അവളെ അലട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അവളുടെ ഈ ഗുഡ് ഫോർച്യൂണിൽ സന്തോഷിക്കാനുള്ള ആൾക്കാരെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ്. There were my good friends. അവൾ പറയുന്നു, എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മൈ ഓൾഡ് മദർ ഹൂ സിറ്റിംഗ് ബാക്ക് ഹോം വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. എൻ്റെ ആ നല്ല ഫ്രണ്ട്സ്, എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മ, ഇവരെല്ലാവരും എൻ്റെ ഈ ഗുഡ് ഫോർച്യൂണിൽ സന്തോഷിക്കുന്നവരാണ്. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ. ഈ പാരഗ്രാഫിൽ അവൾ അവളുടെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ ഡീപ്പ് സോറോ തന്നെ അവൾക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല. I couldn't go and tell him that I had been awarded the Nobel Prize. അവൾ പറയുന്നു, എനിക്ക് പാരഡൈസിലേക്ക് പോകാനോ അല്ലെങ്കിൽ അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്ന് പറയാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൾ വിഷമിക്കുന്നുണ്ട്. I knew that no one would have been happier than he to hear this. എൻ്റെ അച്ഛനേക്കാൾ ഈ ഒരു സന്തോഷ ദിവസത്തിൽ സന്തോഷിക്കേണ്ട മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. Yes, it was a deep sorrow to me that I couldn't tell him. എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അച്ഛനോട് ഈ ഒരു നല്ല അവസരത്തെക്കുറിച്ച് എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. All rustle and bustle ceased and the sounds of wheels became soothing, peaceful melody. The chords no longer seemed to run on rails and sleepers, but to glide into space. ട്രെയിനിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ നിന്നു. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ ട്രെയിൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പേസിലൂടെ ഗ്ലൈഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ സെൽമ ലാഗർലോഫിന് അനുഭവപ്പെടുന്നത്. I sat there and thought how much I should like to see my old father again. So light and soundless was the movement of the train that I could hardly imagine I was on this earth. And so I began to daydream. Just think, if I were going to meet father in paradise, I seem to have heard of such things happening to other people. Why then not to me myself? The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. ഈ പാരഗ്രാഫിൽ സെൽമ ലാഗർലോഫ് അവളുടെ ഫാദറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾ വളരെയധികം ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ആ ട്രെയിനിലിരിക്കുന്നത്. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് വളരെയധികം സ്മൂത്തായിട്ട് സ്പേസിലൂടെ ഗ്ലൈഡ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. ആ സമയത്ത് അവൾ ഡേ ഡ്രീം ചെയ്യാനായിട്ട് തുടങ്ങി. അവൾ പറയുന്നു, ജസ്റ്റ് തിങ്ക്, ഒന്ന് ചിന്തിക്കുക, ഇഫ് ഐ വേ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. ഇപ്പോൾ അവൾ ഇമാജിൻ ചെയ്യുകയാണ് അവളുടെ ഫാദറിനെ കാണാൻ പാരഡൈസിലേക്ക് പോകുന്നതായിട്ട്. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെയുള്ള അനുഭവം? പാരഡൈസിൽ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നതും കാണുന്നതുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്? പിന്നെ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? അങ്ങനെ അവള് ഡേ ഡ്രീം ചെയ്യാൻ തുടങ്ങി. The train went gliding on, but it had a long way yet to go, and my thoughts raced ahead of it. വളരെയധികം ചിന്തയിൽ മുഴുകി ആ ട്രെയിനിൽ അവളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. Father will certainly be sitting in the rocking chair on a veranda, with a garden full of sunshine, flowers and birds in front of him. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high upon his forehead, and get up and walk towards me. He will say, "Good day, my daughter. I am very glad to see you." Or, "Why, you are here? And how are you, my child?" Just as he always used to do. ഈ പാരഗ്രാഫിൽ അവള് പാരഡൈസിൽ അച്ഛനെ കാണാൻ ചെല്ലുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് പങ്കുവെക്കുന്നത്.
അപ്പോൾ അവള് ഇമാജിൻ ചെയ്യുകയാണ്, ഞാൻ അച്ഛനെ കാണാൻ പാരഡൈസിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു റോക്കിംഗ് ചെയറിൽ ഇരിപ്പുണ്ടാകും, വരാന്തയിൽ ഒരു ചെയറിൽ ഇരിപ്പുണ്ടാകും, വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവനിരിക്കുന്ന ആ ചെയറിന്റെ മുമ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, നല്ലൊരു ഗാർഡൻ ഉണ്ടായിരിക്കും, ധാരാളം ബേർഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും അച്ഛൻ അവിടെ ഇരിക്കുന്നത്. He will be reading, of course. അച്ഛൻ ഉറപ്പായിട്ടും അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. When he sees me, he will put down his book. എന്നെ കാണുമ്പോഴേക്കും ബുക്കൊക്കെ താഴെ വെച്ച്, spectacles high upon his forehead, കണ്ണട ഊരി തലയിലേക്ക് കയറ്റി വെച്ച്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവേർഡ് മീ, എൻ്റെ അടുക്കിലേക്ക് അച്ഛൻ ഓടി വരും, നടന്നടുത്ത് വരും. ആൻഡ് ഹി വിൽ സേ, അവനോട് പറയും, അച്ഛനോട് പറയും, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ എം വെരി ഗ്ലാഡ് ടു സീ യു, നിന്നെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു, നീ എന്താ ഇവിടെ, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു? അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് ചോദിക്കും. ഇതൊക്കെ ആ കുട്ടിയുടെ ഇമാജിനേഷൻസ് ആണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. He will settle again in his rocking chair and only then begin to wonder why I have come to see him. You are sure there is nothing amiss? He will ask suddenly. No, father, all is well, I will reply. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. I have come to ask you for advice, father, I will say, for I am very heavily in debt. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ്, റോക്കിംഗ് ചെയറിൽ ഇരിക്കുന്ന അച്ഛൻ എന്നെ കാണുമ്പോഴേക്കും അത്ഭുതപ്പെടും. അച്ഛൻ ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് അമിസ്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത് എന്ന് അച്ഛൻ എന്തായാലും എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നോ ഫാദർ, ഓൾ ഈസ് വെൽ, ഒരു കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് പോകുന്നു. ബട്ട് then just as I am about to break my news to him, അപ്പം ഞാന് എൻ്റെ ഈ സന്തോഷ വാർത്ത അച്ഛനോട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന ആ കാര്യം ആദ്യമേ ഞാൻ അച്ഛനോട് പറയില്ല. I will decide to keep it back just a while longer and try the indirect approach. അപ്പം എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നു എന്നും ആ സന്തോഷ വാർത്ത ഞാൻ അച്ഛനെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത് എന്നും ഞാൻ അച്ഛനോട് നേരിട്ട് പറയില്ല. കുറച്ചു നേരം അച്ഛനെ ഒന്ന് സസ്പെൻസിൽ നിർത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഈ കാര്യം പറയുകയുള്ളൂ. I have come to ask you for an advice. ഞാൻ ഇവിടെ വന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചില അഡ്വൈസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. I am very heavily in debt. ഇതിനുശേഷം അവൾ പറയാണ്, ഞാൻ വലിയ കടത്തിലാണ് അച്ഛാ. I am afraid you will not get much help from me in this matter, father will reply. അപ്പോൾ അച്ഛൻ എന്തായിരിക്കും മറുപടി പറയുന്നത്? ഓ, എനിക്ക് പേടിയാകുന്നു, നിനക്ക് കടം തീർക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മണിയൊന്നും ഈ പാരഡൈസിൽ നിന്ന് നിനക്ക് ലഭിക്കത്തില്ല. പാരഡൈസിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഒരു കാര്യം മാത്രം ഇല്ല, മണി ഇവിടെ ഇല്ല. അതുകൊണ്ട് നിനക്ക് മണി ഇവിടെ നിന്ന് ലഭിക്കില്ല. One may well say of this place that it has everything except money. പാരഡൈസ് എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ ഉണ്ട്, എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും ഉണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം അവിടെ ഇല്ല, അതാണ് മണി. അപ്പൊ നീ വലിയ കടത്തിലാണ്, നിനക്ക് കടം തീർക്കാനുള്ള പൈസ തരാൻ ഇവിടെ മണി മാത്രം ഇല്ല. ഓ, but it is not money that I owe. Do you remember how you used to play the piano and sing Bellman song to us children, and how you would let us read Tegner and Rundberg and Anderson? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to fairy tales and sages of heroes? അപ്പൊ അവള് അച്ഛനോട് പറയാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്, എനിക്ക് അച്ഛാ മണിയൊന്നുമല്ല വേണ്ടത്. അച്ഛൻ ഓർക്കുന്നുണ്ടോ, അച്ഛൻ എന്തുമാത്രം എന്നെ ഇൻസ്പയർ ചെയ്തു പിയാനോ പഠിക്കാന്, പാട്ടുകൾ പഠിക്കാന്, റൈംസ് പഠിക്കാന്, കഥകൾ വായിക്കാന്, അതുപോലെ തന്നെ ആൻഡേഴ്സൺ, റൂൺബർഗ് അങ്ങനെയുള്ളവരുടെയൊക്കെ ബുക്കുകൾ വായിക്കാനൊക്കെ എന്തുമാത്രം അച്ഛൻ എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് അച്ഛൻ ഓർക്കുന്നുണ്ടോ? ആ കാര്യത്തിലൊക്കെ ഞാൻ അച്ഛനോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം? ഇതിനെല്ലാം ഞാൻ എങ്ങനെ അച്ഛന് തിരിച്ച് റീപേ ചെയ്യും?
Father will straighten up in his rocking chair. A look of wonder will come into his eyes. I am glad that I got you into this depth, he will say. പൗള് ചിന്തിക്കുകയാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ ചെയറിൽ നേരെയൊക്കെ ഒന്നിരുന്നിട്ട് അച്ഛൻ്റെ കണ്ണുകളിൽ അത്ഭുതം നിറയും. എന്നിട്ട് അച്ഛൻ എന്നോട് പറയും, ഓ, ഈ കാര്യത്തിലൊക്കെയാണോ നിനക്ക് കടമുണ്ടായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് അച്ഛൻ എന്നോട് പറയും. Yes, you may be right, Father. But then remember that is not at all of it. Think of those poor, homeless vagabonds who used to travel up and down, playing the fool and singing all those songs. പൗൾ പറയുകയാണ്, അച്ഛനോട് മാത്രമല്ല എനിക്ക് ഒത്തിരി പേരോട് കടപ്പാടുണ്ട്. ഞാനിപ്പോൾ പാവങ്ങളായ, ഹോംലെസ് ആയിട്ടുള്ള, വാണ്ടറേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. വാട്ട് ഡു ഐ നോട്ട് ഓവ് ടു ദം? അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ടു ദെയർ മിസ്റ്റീഫ് ആൻഡ് മാഡ് പ്രാങ്ക്സ് ആൻഡ് ഓൾഡ് മെൻ ആൻഡ് വിമൻ സിറ്റിംഗ് ഇൻ ദെയർ ഓൺ സ്മോൾ ഗ്രേ കോട്ടേജസ് ടെല്ലിംഗ് മീ വണ്ടർഫുൾ സ്റ്റോറീസ് ഓഫ് വാട്ടർ സ്പ്രൈറ്റ്സ് ആൻഡ് ട്രോൾസ് ആൻഡ് എൻചാന്റഡ് മെയ്ഡൻസ്. ഞാൻ ധാരാളം പേരോട് കടപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് ഓൾഡ് മെൻ ആൻഡ് ഓൾഡ് വിമൻ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് എനിക്ക് വണ്ടർഫുൾ സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. It was they who taught me that there is poetry in hard rocks and black forest, and I am in debt not only to people, there is the whole of nature as well. മനുഷ്യരോട് മാത്രമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ നേച്ചറിനോട് പോലും കടപ്പെട്ടിരിക്കുന്നു. കാരണം പാറകൾ, അതുപോലെ കാട്, വനങ്ങൾ, അവയിൽ നിന്നെല്ലാം ഞാൻ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി സാഹിത്യങ്ങൾ എനിക്ക് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. The animals that walk on earth, the birds in the skies, and the trees and flowers, they have all told me some of their secrets. നേച്ചറിനോടും അനിമൽസിനോടും എർത്തിനോടും സ്കൈസിനോട് ട്രീസിനോട് ഫ്ലവേഴ്സിനോട് എല്ലാം അവള് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവള് ഇവരിൽ നിന്നെല്ലാം വിവിധങ്ങളായ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവയെല്ലാമാണ് അവളെ ഈ നൊബേൽ പ്രൈസ് ജേതാവാകാനായിട്ട് സഹായിച്ചത്. അതുകൊണ്ട് ഇവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു വലിയ കടത്തിലാണ് എന്നവള് പറയുന്നു. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for all your troubles. അപ്പം അച്ഛൻ റിലാക്സ്ഡ് ആയിട്ട് എന്നോട് പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ that you really understand how hard it is for me. I am also in debt to my readers. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് മറ്റൊരു കടം കൂടിയുണ്ട്. എൻ്റെ റീഡേഴ്സിനോടാണ് എനിക്ക് മറ്റൊരു കടപ്പാടുള്ളത്. കാരണം വാട്ട് would have become of me if no one had wanted to read my books. ഞാൻ എഴുതിയ ബുക്ക് വായിക്കാൻ ആളില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രൈസ് ലഭിക്കില്ലായിരുന്നു. And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. I owe them gratitude, Father, both for their praise and their censure. എൻ്റെ ബുക്കുകൾ വായിച്ചവര്, അതുപോലെ എന്നെക്കുറിച്ച് എഴുതിയവർ ധാരാളമുണ്ട്. അതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്തവരുണ്ട്, എന്നെ പ്രേസ് ചെയ്തവരുണ്ട്, എന്നെ ക്രിട്ടിസൈസ് ചെയ്തവരുണ്ട്, എന്നെ ബ്ലെയിം ചെയ്തവരുണ്ട്, കമന്റ്സ് പറഞ്ഞവരുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാര് എനിക്ക് വേണ്ടി സംസാരിച്ചവരായിട്ടുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാം കാരണമാണ് ഞാൻ ഇന്ന് ഈ പ്രൈസിന് അർഹയായിരിക്കുന്നത്. Yes, Father will say, I shall see him look a little less calm. Remember all who have helped me, Father. I shall say, think of my faithful friend yesterday. ഈ പാരഗ്രാഫില് അവൾ അവളുടെ ഒരു ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടിനെ റെഫർ ചെയ്യുന്നുണ്ട്. എസൽഡേ എന്നാണ് ആ ഫ്രണ്ടിന്റെ പേര്. ഹു ട്രൈ ടു ഓപ്പൺ ഡോർസ് ഫോർ മീ ആൻഡ് നോ വൺ ഡെയർ ടു ബിലീവ് ഇൻ മീ. അപ്പൊ എസൽഡേ എന്ന എന്റെ ഫ്രണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡോർസ് ഓപ്പൺ ചെയ്തു തന്നത്, വഴികൾ തുറന്നു തന്നത്. ഓൾ the love that has come to me, the honors, the distinction. Do you understand now that I had to come to you to ask how such debts can be paid? ഇത്ര വലിയ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇത്ര വലിയ കടം ഞാൻ എങ്ങനെ പേ ചെയ്ത് തീർക്കും എന്ന് അവൾ അച്ഛനോട് ചോദിക്കും. Father has lowered his head and does not look so hopeful anymore. I agree, daughter, it is not going to be easy to find help for you, but surely there is nothing more you owe anyone.
അപ്പൊ ഇവിടെ ഫാദർ അവളെ എഗ്രി ചെയ്യുന്നുണ്ട്. ശരിയാണ്, നീ ഒരു വലിയ കടത്തിൽ തന്നെയാണ്. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓട്ട് ബിഫോർ. മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അപ്പം എനിക്ക് ഇതിൽ വലിയ മറ്റൊരു കടവും കൂടിയുണ്ട്. അതെങ്ങനെ ഞാൻ പേ ചെയ്യുമെന്ന് ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. ഇതിലും വലിയ കടം നിനക്ക് ഇനിയും ഉണ്ടോ? ഫാദർ വിൽ സേ, ഫാദർ ചോദിക്കും, ഇതിലും വലിയ കടം നിനക്ക് ഇനിയും ഉണ്ടോ? ഓ യെസ്, ഐ വിൽ റിപ്ലൈ, ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. പൗള് പറയുന്നു, യെസ്, എനിക്കിതിലും വലിയ കടമുണ്ട്. ആ കടത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ അച്ഛനോട് പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം അച്ഛനോട് എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്പൺ ആയിട്ട് പറയത്തുള്ളൂ. അതുവരെ ഞാൻ അച്ഛനെ ആ സസ്പെൻസിൽ ഇങ്ങനെ നിർത്തുമെന്നാണ് ഇവിടെ പറയുന്നത്. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി, ഫാദർ വിൽ സേ. അപ്പം ഇപ്പോൾ ഇവള് വന്നതിന്റെ ഉദ്ദേശം അച്ഛനോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. എന്തിനു വേണ്ടിയിട്ടാ വന്നേ? അവൾക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നത് അച്ഛനോട് അവള് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നൊബേൽ പ്രൈസ് അക്കാഡമിയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സന്തോഷം അച്ഛന്റെ കണ്ണുകളിൽ കാണാം. എവരി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രംബിൾ. ആ റിങ്കിൾസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? വിറയ്ക്കാൻ തുടങ്ങി. Tears will come into his ears. ഇത് കേൾക്കുമ്പോൾ അച്ഛന്റെ കണ്ണുകളില് വെള്ളം വരും, കണ്ണ് നിറയും. അച്ഛൻ സന്തോഷം കൊണ്ട് അച്ഛന്റെ കൈകൾ ശരീരങ്ങളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. Think father, it's not only honor and money they are bestowing on me. എനിക്ക് അവരെ ഓണറും മണിയും മാത്രമല്ല തന്നത്. ആര്? നൊബേൽ പ്രൈസ് അക്കാഡമി. They have shown that they have trust enough in me. അവർക്ക് എന്നിൽ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. How shall I repay this debt? ഈ ഡെപ്റ്റ് ഞാൻ എങ്ങനെ റീപേ ചെയ്യും? അവരോടുള്ള എൻ്റെ ഈ കടപ്പാടും ഞാൻ എങ്ങനെ റീപേ ചെയ്യും? അതാണ് അവർക്ക് അച്ഛനോട് ചോദിക്കാനുള്ള ഒരു വലിയ ചോദ്യം. ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. അപ്പം എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നു എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ കസേരയിലേക്ക് ഇരുന്ന് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാത്തവനായിട്ട് മാറും. Then drying tears of joy from his eyes, he will bang down his fist on the arm of rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. അച്ഛന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അച്ഛൻ ഇപ്രകാരം പറയും, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. നിനക്ക് ഈ നൊബേൽ പ്രൈസ് ലഭിക്കാൻ പോകുന്നു എന്ന വാർത്തയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയും. Your Majesties, Your Royal Highness, Ladies and Gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. ലാസ്റ്റ് പാരഗ്രാഫില് അവള് പറയുന്നു, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ആ സ്പെഷ്യൽ ഒക്കേഷനിൽ, എൻ്റെ ആ സ്പെഷ്യൽ ഫംഗ്ഷനിൽ നിങ്ങൾ എല്ലാവരും വന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. ഇതൊരു ബാങ്ക്വറ്റ് സ്പീച്ചാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിന്റെ പേര് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. DEBT എന്ന ഡെപ്റ്റ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ആ വാക്കിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഡെറ്റ് എന്നാണ്. അതും കൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.